സർ, ടീച്ചിങ് എയ്ഡിൽ ഞാൻ ചെയ്തത് കോർഡിനേറ്റ് ആക്സിസ് വരച്ചിട്ട് ഇതിനകത്ത് നമ്മളുടെ എക്സ് ആക്സിസിൻ്റെ കോർഡിനേറ്റ് കണ്ടെത്തുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എക്സ് ആക്സിസിൽ ഇതുപോലൊരു ലൈൻ വെച്ചിട്ട് ഇതിൻ്റെ എക്സ് ആക്സിൻ്റെ കോർഡിനേറ്റ് മറുവശത്ത് എഴുതിയത് കോർഡിനേറ്റ് ഓഫ് എക്സ് ആക്സിസ്, എന്നിട്ട് അതിൻ്റെ കോർഡിനേറ്റ് കാണുക. എന്നിട്ട് കുട്ടികളെ കൊണ്ടത് പറയിപ്പിക്കുന്നു. ഇതേപോലെ തന്നെ വൈ ആക്സിസിൻ്റെ കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വൈ ആക്സിസിൻ്റെ കോർഡിനേറ്റ് എന്ന് ഒരു സൈഡ് എഴുതിയ ഒരു പേപ്പർ, അതിൻ്റെ അപ്പുറത്ത് ഇതേപോലെ തന്നെ രണ്ടും മാറ്റിയിട്ട് അടുത്തത് നമ്മുടെ ടെക്സ്റ്റിലെ ഓരോ പ്രോബ്ലംസ് ഇല്ലേ. ഇപ്പം സെൻറ്റർ 0 0 റേഡിയസ് 4 ആയ സർക്കിളിൻ്റെ കോർഡിനേറ്റ്സ് കാണുക. അപ്പോൾ ഒരു സർക്കിളിൻ്റെ മാതൃക വെച്ചിട്ട് ആ കോർഡിനേറ്റ്സ് എവിടൊക്കെയാണ്? 4 0 -4 0 0 4 0 -4. അടുത്തത് ഇതതിൻ്റെ ക്വസ്റ്റ്യനാണ്. പിന്നെ അതിൻ്റെ ആൻസർ വരുന്ന ഒരു ഇമേജ് കൂടെ ഉണ്ട്. ഇതപ്പോൾ ആ സർക്കിളിനകത്ത് വെച്ച് കാണിക്കാം. പിന്നെ ഒരു റെക്റ്റാങ്കിൾ ഇവിടെ വെച്ചിട്ട് ഇത് ആൻസർ ഫിഗറാണ്, ഇത് ക്വസ്റ്റ്യൻ ഫിഗർ. ഒരു റെക്റ്റാങ്കിളിൻ്റെ n കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, രണ്ട് വെർട്ടീസസ് തന്നിട്ടുണ്ട്, ബാക്കിയുള്ള 2 വെർട്ടീസസ് കാണണം. അപ്പോൾ അതിൻ്റെ ആൻസർ ഫിഗറാണ് ഇത്. പിന്നെ ഇതിൻ്റെ ഈ പോയിൻ്റ് കണ്ടെത്താനാണ് ചോദ്യം. അപ്പോൾ ഇത് ട്രാൻസ്പാരൻ്റ് ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ് ഈ പേപ്പർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഫിഗറാണ് ഇത് ട്രാൻസ്പാരൻ്റ് ആവുന്ന, അല്ലെങ്കിൽ ഇത്രയും ഭാഗം വെച്ച് കട്ട് ചെയ്താൽ കുറച്ചുകൂടെ നന്നായതിനെ. ഇത് സ്ട്രിങ് വെച്ചൊക്കെ അവതരിപ്പിച്ചാൽ കുറച്ചുകൂടി ഇൻട്രസ്റ്റിങ്ങാണ്. അടുത്തത് 1 1 3, അതായത് ഇത് എക്സ് കോർഡിനേറ്റ്, ഇത് 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്, ബാക്കിയുള്ള 2 കോർഡിനേറ്റ്സ് ഈ പാരലോഗ്രാമിൻ്റെ കണ്ടെത്തുക. കുട്ടികൾക്ക് ഇത് നോക്കി പറയാൻ പറ്റും. അതിൻ്റെ ആൻസർ ഫിഗർ ഇത്. പിന്നെ ഇത് 0 0 4 0 തമ്മിലുള്ള അകലം കാണുക. അപ്പോൾ ഇത് ബാക്കിയുള്ളത് മറച്ചു പിടിക്കുക. അപ്പോൾ കുട്ടികൾ തന്നെ 0 0 4 0 ഈ അകലം കണ്ടെത്തുന്നു. ആ അകലം 4 ആണ്. ഇതേപോലെ തന്നെ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 0 ആൻഡ് 4 0, 1 0 4 0 ഈ അകലം 3 ആണ്. അപ്പോൾ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 2 ആൻഡ് 4 2, 0 2 4 2, 0 2 4 2, 0 2 ഇത്, 4 2 ഇത്. അപ്പോൾ ഇത് തമ്മിലുള്ള അകലം അതെന്ന് പറയുന്നത് ഈ അകലം തന്നെയാണ്, 4 യൂണിറ്റ് ആണ്. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 1 2 ആൻഡ് 4 2, 1 2 ഇതാണ്, 4 2 ഇതാണ്. അപ്പോൾ ഇത് തമ്മിലുള്ള അകലം ഈ അകലം തന്നെയാണ്, 3 ആണ്. അപ്പം ജനറലായിട്ട് നമുക്ക് എക്സ് കോർഡിനേറ്റ് വ്യത്യസ്തവും വൈ കോർഡിനേറ്റ് സെയിമും, അതായത് ലൈൻ സെഗ്മെൻറ്റ് പാരലൽ ടു എക്സ് ആക്സിസ്, അതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ എക്സ് കോർഡിനേറ്റ് തന്നെ ആയിരിക്കും. ആ ഒരു ആശയമാണ് നമ്മളിതിലൂടെ എത്തിക്കുന്നത്. ഇതേപോലെ തന്നെ വൈ ആക്സിസ് വെച്ചിട്ടും ഇത് അവതരിപ്പിക്കാം. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 0 ആൻഡ് 0 4, ആ അകലം 4 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 0 1 ആൻഡ് 0 4, ആ അകലം 3 ആണ്. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 1 ആൻഡ് 2 4, ആ അകലം ഈ അകലം തന്നെയാണ്, 3. അടുത്തത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ജനറലായിട്ട് 2 പോയിൻറ്റ്സ് പറയുന്നു, XY1 ആൻഡ് XY2, അതായത് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ലൈൻ സെഗ്മെൻറ്റ് പാരലൽ ടു വൈ ആക്സിസ്, അത് ചേഞ്ച് ഇൻ വൈ കോർഡിനേറ്റ്സ് തന്നെ ആയിരിക്കും. ആ ഒരു ആശയമാണ് ഇതിലൂടെ പറയുന്നത്. അടുത്തത് the coordinates of the points on the line parallel to x-axis and passing through 0 5 ൽ കൂടെ പാസ് ചെയ്യുന്ന ഈ ഒരു ലൈൻ സെഗ്മെൻറ്റ്
05 കൂടെ പാസ് ചെയ്യുന്നു. എക്സ് ആക്സിന് പാരലായിട്ടുള്ള ഈ ലൈൻ സെഗ്മെൻറ്റിലെ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് കാണുക. ഈ പോയിൻറ്റ് എന്നിട്ട് അതിൻ്റെ പ്രത്യേകത പറയുക. അപ്പോൾ അതിൻ്റെ എല്ലാം കോർഡിനേറ്റ്സ് കാണുമ്പം ഇത് 15, 25, 35, 45 അങ്ങനെയാണ്. അപ്പോൾ അതിൻ്റെ എല്ലാം വൈ കോർഡിനേറ്റ് സെയിം ആയിരിക്കും. അപ്പോൾ എക്സ് ആക്സിന് പാരലായുള്ള ലൈൻ സെഗ്മെൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ്സ് സെയിം ആണ്. അടുത്തത് ഇതേപോലെ തന്നെ നമുക്ക് വൈ ആക്സിസിന് പാരലായിട്ടുള്ള ഒരു ലൈൻ പാസിംഗ് ത്രൂ 40. ആ ലൈനാണ് ഇത്. വൈ ആക്സിന് പാരലായിട്ടുള്ള ലൈൻ പാസിംഗ് ത്രൂ 40. അപ്പോൾ ഇതിൻ്റെ എല്ലാ എക്സ് കോർഡിനേറ്റിൻ്റെ പ്രത്യേകത, ഇതിൻ്റെ എല്ലാ എക്സ് കോർഡിനേറ്റ് 4 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ആൻസർ ഫിഗറാണിത്. ഇതിൻ്റെ എല്ലാ എക്സ് കോർഡിനേറ്റ് സെയിം ആണ്. ഓക്കെ, പിന്നെ ഡിസ്റ്റൻസ് ഫോർമുല അവതരിപ്പിക്കാനായിട്ട് ഈ സംഭവം, ഇത് നമ്മുടെ ഇത് ഇങ്ങനെ. ഓക്കെ, ഇതിൻ്റെ ഈ പോയിൻ്റ് തമ്മിലുള്ള ഡിസ്റ്റൻസ് കാണണം. അപ്പോൾ അതിനുവേണ്ടി നേരെ താഴോട്ട് ആക്സിസിന് പാരലായിട്ട് വരയ്ക്കുമ്പം ഒരു ട്രയാങ്കിൾ കിട്ടും, റൈറ്റ് ട്രയാങ്കിൾ. ഈ റൈറ്റ് ട്രയാങ്കിളിൻ്റെ ബേസ് എത്ര വരും, ഹൈറ്റ് എത്ര വരും നോക്കുക. പൈതഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ കിട്ടും. അപ്പോൾ അതിൻ്റെ ആൻസർ ഫിഗറാണിത്. ഇത് 2, 3, ഇത് 5, 3 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് 3 ആയിരിക്കും. ഇത് 5, 7, 5, 3 ആയതുകൊണ്ട് ഈ ഡിസ്റ്റൻസ് 4 ആയിരിക്കും. അപ്പോൾ പൈതഗോറസ് തിയറം വെച്ച് നമുക്ക് ആൻസർ കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ജനറലൈസ് ചെയ്യാം. അത് ഒരു പേപ്പറിൽ എഴുതിയതുണ്ട്. ആ ജനറലൈസ്ഡ് ഫോർമുല ആ കാര്യങ്ങൾ എഴുതുന്നു. ഇത് കൂടാതെ പിന്നെ ചെയ്തത് ഒരു ഐസോസിലസ് ട്രയാങ്കിളിൻ്റെയാണ്. ഒരു ഐസോസിലസ് ട്രയാങ്കിൾ വെച്ചിട്ട് അതിൻ്റെ ഏരിയ കാണുന്നത്. പിന്നെ ബാക്കി ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ചത് ചെയ്തില്ല. നമ്മുടെ ജോമെട്രി ആൻഡ് ആൾജിബ്രയിലെ ബാക്കി പോർഷൻസായ മിഡ് പോയിൻറ്റ്, പിന്നെ സ്ലോപ്പ്, പിന്നെ റേഷ്യോ, അതിലെ ബാക്കി കൺസെപ്റ്റ്സ് എല്ലാം ഇവിടെ ചെയ്താൽ കുറച്ചുകൂടെ നന്നായേനെ. ഓക്കെ, ഇത്രയാണ് ഞാൻ ചെയ്തത്. നമ്മൾ ചെയ്യുമ്പം അത് വൃത്തിയായിട്ട് ചെയ്യുക, പിന്നെ അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഈ 2 കാര്യങ്ങളും ചെയ്യുക. പിന്നെ കൂടാതെ ഒരേ ടോപ്പിക്കിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പോൾ കോർഡിനേറ്റാണ് ചെയ്യുന്നതെങ്കിൽ എല്ലാ കൺസെപ്റ്റ്സും കോർഡിനേറ്റ് വെച്ച് പറയാൻ ശ്രമിക്കുക. ഇപ്പോൾ സർക്കിൾസാണ് ചെയ്യുന്നതെങ്കിൽ 8, 9, 10 എല്ലാ ടോപ്പിക്സും അത് വെച്ച് കവർ ചെയ്യാൻ ശ്രമിക്കുക. നമ്മുടെ ഹൈസ്കൂൾ ലെവൽ ടോപ്പിക്ക് തന്നെ എടുക്കുക. നമ്മൾ എടുക്കുന്നത് വൃത്തിയായിട്ട് ചെയ്യുക, അത് നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ തന്നെ നമ്മൾക്ക് നല്ല മാർക്ക് കിട്ടും.